മധുരം കുറച്ച് കടുപ്പത്തിലൊരു ചായ. ഇത് ചായക്കടയല്ല. ഞാനാണെങ്കിൽ രാവിലെ ചായ കുടിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ചായ വെച്ചിട്ടുമില്ല. നിക്ക് വേണമെങ്കിൽ നീ ഉണ്ടാക്കി കുടിച്ചോ. ഞാൻ ഉണ്ടാക്കി കുടിക്കാനോ? എന്റെ ഡിമാൻഡുകളൊക്കെ നിങ്ങൾ മറന്നോ? നിങ്ങൾ നിങ്ങളുടെ മകനെ എന്റെ കാലും കൈയും മാറി മാറി പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ കുറെ ഡിമാൻഡുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ അംഗീകരിച്ചതുമാണ്. എന്നിട്ട് ഇവിടെ വന്നപ്പോ അതൊക്കെ മറന്നു അല്ലേ? ഞാൻ എന്റെ വീട്ടിൽ പോവും. എനിക്കിവിടെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചായ ഞാൻ ഉണ്ടാക്കി തരാം. വേഗം വേണം, റൂമിലേക്ക് പറഞ്ഞാൽ മതി. നിന്നെ പേടിച്ചിട്ടോ നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടോ ഒന്നും അല്ലടി. എന്റെ ചോര നിന്റെ വയറ്റിലായി പോയി. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടിട്ട് ചവിട്ടി തൊഴിച്ചേനെ. മോശം ഗതികേട്. എന്നാ ചായ. അവളും ഉണ്ട്, അവളുടെ ഒടുക്കത്തെ ഫോണും ഉണ്ട്. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മ വരും. അവരെന്തിനും കൂടി വരുന്നു? അവര് മണ്ണൊക്കെ അടിച്ചോളുന്ന വീടല്ലേ, അപ്പൊ അവര് വരും. നിങ്ങളെ എന്തെങ്കിലും കഴിക്കാനുണ്ടാക്ക്, വായിക്ക് രുചിയായിട്ട്. അപ്പൊ ഇത്ര നാൾ ഉണ്ടാക്കിയതൊക്കെ എന്താ മൂക്കിക്ക് രുചിയായിട്ട് തിന്നു? ഞാനെന്താ വീണ്ടും വീണ്ടും മതി ഷെഫല്ലേ? ഉമ്മ വാ. ആവോ, നീയാടി ഉണ്ണി വാതിൽ തോന്നേരാൻ വരുന്നത്. അപ്പൊ അവരെവിടെ, നിന്റെ അമ്മായിമ്മ പറയുന്ന സാധനം? അപ്പോ മകളിപ്പോ വാതിൽ തുറന്നു പറഞ്ഞിട്ടേ വാതിലൊക്കെ കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് മകളുടെ തലയിൽ കൂടെ വീണിട്ടൊന്നുമില്ലല്ലോ. ഓ, അപ്പൊ ഇവരിപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? പട്ടീന്റെ വാല് പിന്നെ എത്ര നാളും കൊല്ലിട്ടിട്ടും കാര്യമൊന്നുമില്ലല്ലോ, അത് ശരിയാവില്ല. ഈ സാജിത, നിനക്കിവിടെ പറ്റില്ലെങ്കിലേ നീ വീട്ടിക്ക് വന്നോ. നീ ഇവിടെ കടിച്ചുങ്ങി നിൽക്കൊന്നും വേണ്ട, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഉള്ളിക്ക് വാ. അല്ലടി ഉണ്ണി, എന്താ നിന്റെ കോലം എങ്ങനെ ഇരിക്കണ്? നീ ഇപ്പൊ അവിടുന്ന് വന്നിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. എങ്ങനെയുണ്ടായിരുന്ന പെണ്ണാ? പൊടി കൊടുക്കണേ ഉണ്ടായിരുന്നു. അപ്പൊ നോക്ക്, ആ കഴുത്തത്തെ എല്ലൊക്കെ അങ്ങനെ പൊന്തി നിൽക്കണു, എല്ല് തോലും ആയക്കണു പെണ്ണ്. എന്താടി നീ ഇവിടെ പട്ടിണി കിടക്കുക? അതൊന്നും നിന്നെ ഇവിടെ ആരെങ്കിലും പട്ടിണി കടത്തുണ്ടോ? അതൊക്കെ ഞാൻ പറയാ, ഉള്ളിക്ക് വാ. ഇങ്ങനെ ഇല്ല ഒരു ഉമ്മയും മകളും. എന്താടി അവര് മോങ്ങനെ വീട്ടിൽ കെട്ടിയാക്കണ്? സത്യങ്ങളൊക്കെ അവരറിഞ്ഞാ? അതൊന്നും അവരറിയാൻ പോണില്ല. അതിന്റെ പേരും പറഞ്ഞ് ഞാനിവിടെ കിടന്ന് സുഖിക്കല്ലേ. എന്നാലിപ്പോ ഇത് എത്ര നാളെങ്ങനെ? കൂടിപ്പോയ 5-6 മാസം, അത് കഴിഞ്ഞാൽ കള്ളി വെളിച്ചത്താവില്ലേ? നീ ഗർഭിണിയല്ല, എത്ര നാളും അവരിനെ അവരുടെ മകനെയും പറ്റിക്കുന്നു അവരറിഞ്ഞ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഇപ്പൊ പോണടത്തോളം അങ്ങനെ പോട്ടെ. അതുകൊണ്ട് എന്താ, ഇരുന്നിടത്തുനിന്ന് അന്നം കണ്ട ആവശ്യം പോലും എനിക്കില്ല. എല്ലാ പണികളും അവരാ ചെയ്യണ്. അതെന്തായാലും നന്നായി. അവരുടെ സ്വഭാവത്തിനെ അവർക്ക് ഇങ്ങനെ ഒരു പണി തന്നെ കൊടുക്കണം. അല്ലടി സാജി, ഉമ്മ പറയുന്നോണ്ട് എനിക്കൊന്നും തോന്നണ്ട. ഇപ്പൊ വർഷം 3ആയില്ലേ, ഇനി എത്ര നാളങ്ങനെ? എന്തിനാ അങ്ങനെ വെറുതെ വെച്ചോണ്ടിരിക്കണം? നമുക്ക് നല്ലൊരു ഡോക്ടറിനെ കണ്ടൂടെ? എന്തിന്? ആൾക്ക് ശരിയാവും എല്ലാം. ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ഇടിപിടിന്നൊക്കെ നടക്കണ്ടേ? നീ ഒരു കാര്യം കൂടി അവരറിഞ്ഞ എന്നെ വിട്ടിട്ട് ചവിട്ടിയായിരിക്കും. ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടമ്മ. അല്ല, നിങ്ങൾ മാറ്റാൻ ഡ്രസ്സൊന്നും എടുത്തില്ലേ? ഇല്ല, ഞാനൊന്നും ഇവിടെ ഇരിക്കുന്നില്ല. എനിക്കൊന്നും വയ്യാവില്ല മൂക്കും മോഞ്ചും കാണാൻ. അതാ, നിങ്ങൾ ഇവിടെ ഇരിക്കണെങ്കിലേ ഞാൻ എന്റെ അമ്മായിമ്മയ്ക്ക് കുറച്ച് പണി കൊടുക്കാണ്ടിരിക്കുന്നു. എന്നാ ഞാനിരിക്ക. പക്ഷെ ഞാൻ തുണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. എന്റെ അടുത്ത് 2 നൈറ്റി ഉണ്ട് അടിക്കാത്തത്, അത് ഇട്ടോളി. അത് മതി. എന്നാ അതൊക്കെ മാറ്റിയിടുമ്പോ ഞാൻ നൈറ്റി എടുത്തിട്ട് വരാം.
വൈകുന്നേരത്തേക്ക് എന്താ ചപ്പാത്തിയാ? എന്നാ ചപ്പാത്തിക്ക് ചിക്കൻ കറി വെച്ചോ. ചിക്കൻ കറിയോ? എനിക്കൊന്നും വയ്യ ഈ വൈകുന്നേരത്തെ ആ കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിട്ട് വരാന്. ഉരുളൻകിഴങ്ങുണ്ട്, മസാലക്കറി വെക്കാം. വേണ്ട, എനിക്ക് ചിക്കൻ മതി. ഇരുട്ടായിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വാ. ആ പിന്നെ കുറച്ച് പൊരിക്കും ചെയ്തോ. മിക്കവാറും ഞാൻ പൊരിക്കും നിന്റെ ഉമ്മാനെ. നമുക്ക് വയറ്റിലായി പോയി. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങള് കാത്ത് കാത്ത് വീട്ടിൽ നിധിയാ. അതുകൊണ്ടാണ് നിന്റെ താത്തിനൊക്കെ തുള്ളണത്. നമ്മളത് മൊത്തമായിട്ട് എടുക്കുക. ചിക്കൻ നിങ്ങൾ തിരുമ്പാൻ പോവല്ലേ? ആ എന്നാ തിരുമ്പിക്കോ. ഉമ്മാന്റെ നീ തിരുമ്പാണ്ട? ഏയ് ആ ഈ ഫർദ് തിരുമ്പാണ്ട്. ഞാൻ വരുമ്പോഴേ മഴ ഉണ്ടായതുകൊണ്ട് ഇതിന്റെ അടിയിലൊക്കെ ചളിയായിട്ടുണ്ട്. എന്നാ കൊടുത്തോ. നിങ്ങളുടെ കയ്യിൽ കുരുവൊന്നുമില്ലല്ലോ, നിങ്ങക്ക് തിരുമ്പിക്കൂടെ? നിങ്ങളുടെ കയ്യിലും കുരുവൊന്നുമില്ലല്ലോ. അധികം സംസാരമൊന്നും വേണ്ട. ഉമ്മാക്കേ കാലും കൈയൊക്കെ വേദനയാ. നിങ്ങൾ തന്നെ തിരുമ്പിയാ മതി. അതങ്ങോട്ട് കൊടുക്കുമ്മ. ഇവർക്ക് പോവാൻ ഉദ്ദേശമൊന്നുമില്ലേ? ഇവിടെ പാട് കിടക്കാൻ വന്നത്? മര്യാദയ്ക്ക് സംസാരിച്ചു നിങ്ങൾ. എന്റെ ഉമ്മാക്ക് തോന്നുമ്പോഴേ എന്റെ ഉമ്മ പോവും. നിങ്ങൾ പോയി നിങ്ങളുടെ പണി ചെയ്യാൻ നോക്ക്. ഉമ്മ ഇത് നോക്ക്. അവിടെ നോക്കട്ടെ. നന്നായിട്ട് നന്നായിട്ട്. നിങ്ങൾ എന്ത് ഒഴിയല്ലോ ഒഴിയണ്? നിങ്ങളുടെ കൈക്ക് എന്താ എല്ലില്ലേ? നിങ്ങളുടെ നാവിന് നല്ല എല്ലുണ്ടല്ലോ. അങ്ങനെ നേരെ ഒഴിയേ. ആ മതി മതി. ഇനി എന്റെ ഉമ്മാന്റെ കാലൊന്ന് ഒഴിഞ്ഞു കൊടുക്ക്. എന്ത്? നിന്റെ ഉമ്മാന്റെ കാലം ഞാൻ ഒഴിയാനാ? എന്റെ പട്ടി ഒഴിയും. തൽക്കാലം ഇപ്പൊ പട്ടിയും പൂച്ചയൊന്നും ഒഴിയണ്ട. നിങ്ങൾ തന്നെ ഒഴിഞ്ഞാൽ മതി. ഉമ്മ ആ കസേര എടുത്തിട്ട് അവിടെ ഇരുന്നോ. ആ ഒഴിഞ്ഞു കൊടുക്ക്. ഉമ്മാന്റെ കാലേ മകളന്നെ ഒഴിഞ്ഞു കൊടുത്തോ. നീ പറയുമ്പത്തിനേ നിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തരുന്നതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല. എന്റെ മകനെ ആലോചിച്ചിട്ടാ. ഞങ്ങളുടെ ഉമ്മാന്റെ കാലം കൂടി ഒഴിയണത്ര. ഓടിയാർന്നു. ഇതിനുള്ള പണി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഞാൻ കടയിൽ പോയിട്ട് വരികടി കുറച്ച് സാധനങ്ങൾ വാങ്ങാനേ. വീട്ടിലൊന്നുമില്ല. അവളുടെ ഉമ്മയും വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ഉരുമ്പട്ട തീറ്റയടി രണ്ടും കൂടിയിട്ടേ. ഓ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാ വരുന്നത്. അവ അതിനിപ്പോ അടുത്ത ആഴ്ച വരുള്ളൂ. അവ മാസത്തിൽ ഒരിക്കലേ വരുള്ളൂ. ശരി എന്നാ, ഞാൻ വീടെത്തി വിളിക്കാം. ഓർത്ത വാദം തുറന്നിട്ടിട്ട് രണ്ടും കൂടി അവിടെ പോയി കിടക്കണം. അതെന്നും എന്റെ പ്ലാന്. 5-6 മാസമെങ്കിൽ 5-6 മാസം. ആ പേരും പറഞ്ഞിട്ടേ അവനെ വിട്ടിട്ട് വട്ട ഇട്ടും കറക്കും ഞാന്. അത് കഴിഞ്ഞാ ഞാൻ വീട്ടിലേക്ക് വരും. പിന്നെ ബാത്റൂമിലോ എവിടെങ്കിലും ഒന്ന് വീണു എന്ന് പറയും. അതോടെ എല്ലാം ക്ലോസ്. ഇത്ര നാളും ഞാൻ ഗർഭിണിയെ പറഞ്ഞിട്ട് അവരുടെ മകനെയൊക്കെ പറ്റിക്കായിരുന്നു എന്ന് അവരറിയാനേ പോണില്ല. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നല്ല പ്ലാനാടി. ഇങ്ങനെയുള്ള പ്ലാനൊക്കെ നിന്റെ തലയിൽ മാത്രം ഒതുക്കുള്ളൂ.
തള്ളിയും അവളും കൂടി ഇത്ര നാളും എന്നെ എന്റെ മകന് പറ്റിക്കായിരുന്നു അല്ലേ? നാളുണ്ടെടുത്ത് നിനക്ക് ഇത്രയ്ക്ക് തരം താഴാൻ. പടച്ചോനായിട്ടാടി ഇതിപ്പോ എന്റെ ചെവിയിൽ കേൾപ്പിച്ചത്. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരും പറഞ്ഞ് അവൾ ഈ വീട്ടത്തെ വേലക്കാരിയാക്കി തന്നെ അവളുടെ അടിവസ്ത്രം വരെ തിരുമ്മിപ്പിച്ചു. നീയൊക്കെ ഒരു പെണ്ണ. ഇറങ്ങിക്കോ രണ്ടും കൂടി ഇവിടുന്ന്. ഈ വീടൊക്കെ ഒന്ന് അടിച്ചു വരെ തുടച്ചിട്ട് പറഞ്ഞല്ലേ നീ എന്റെ അടുത്ത് ഒരാവശ്യമില്ലാണ്ട് വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയത്. അവൾക്ക് 24 മണിക്കൂർ ഫോണിൽ കളിക്കാൻ സമയമുണ്ട്. വീടൊന്ന് വൃത്തിയാക്കി വെക്കാൻ പറഞ്ഞാൽ അവൾക്ക് സമയമില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കാണ്ടായപ്പോ അവള് ഗർഭിണിയാന്ന് നുണ പറഞ്ഞക്ക് അതിന്റെ തള്ളിയും കൂട്ടി നിന്നാക്ക്. ഞങ്ങളത് വിശ്വസിച്ചു. എന്റെ മനക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായി പോയടി. അതാടി നീ ഗർഭിണിയാ പറഞ്ഞപ്പോ ഞാനും എന്റെ മകൻ ഓടി വന്ന് നിന്റെ കാലും കൈയും പിടിച്ചിട്ട് കൂട്ടിട്ട് വന്നത്. നിന്റെയൊക്കെ കൊരണ്ണടിച്ച് പൊളിക്കാനേ എനിക്ക് അറിയാണ്ടല്ലടി. നിന്നെയൊക്കെ തൊട്ടാലേ എന്റെ കൈ നാറും. മകളിനെ വിളിച്ചോണ്ട് വേഗം ഇറങ്ങിക്കും അവിടുന്ന്. ഇല്ലെങ്കിൽ നല്ല കുറ്റിച്ചോലിരിക്കണ്ട അപ്പുറത്ത് അടിച്ചിറക്കും ഞാന്. കാറമ്മങ്ങള്. എന്നാ പോവല്ലേ? ഇനി എന്തിനാ ഇവിടെ നിൽക്കണ്? ജീവൻ വേണമെങ്കിലേ അവൻ വരുമ്പത്തിന് ഇവിടുന്ന് പോവാ നല്ലത്. അല്ലെങ്കിൽ നിന്നെ തല്ലിക്കൊല്ലുമ്പളേ അതിന്റെ കൂടെ എന്നെയും കൂടി തല്ലിക്കൊല്ലും.